ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി 250 ഗ്രാം ബീട്രൂട്ട് ഇതേപോലെ ഒന്ന് ചീകിയെടുക്കേണ്ടതാണ്. നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി അരമുറി തേങ്ങ ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കുക. മീഡിയം സൈസ് 2 സവോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 5 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഒന്ന് കിട്ടുള്ളൂ. അതിനാണ് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് അതും ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയും അതേപോലെ സവോളയും നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ടതില്ല. ആവശ്യത്തിന് മാത്രം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതിയാവും.
ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.